സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം വെടിഞ്ഞു നിന്നെ തേടി വന്ന ഇടയൻ. തന്റെ ദേഹമെന്ന തിരശീല ചിന്നി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്നി തവ മോക്ഷമാർഗം തുറന്നു. സ്തുതിക്കാം നീ പരനെ കണ്ണൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പാപരോഗത്താൽ വലഞ്ഞു തെല്ലുമാശയില്ലാതലഞ്ഞു. പാപരോഗത്താൽ വലഞ്ഞു തെല്ലുമാശയില്ലാതലഞ്ഞു. പരം കേളിടുമ്പോൾ തിരുമേനി അതിൽ നിന്നെ വ്യാധിയെല്ലാം മായിച്ചു. പരം കേളിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധിയെല്ലാം മായിച്ചു. നിന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ കണ്ണൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ കണ്ണൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ. നിന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ കണ്ണൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ. പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ കണ്ണൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഭക്ഷണക്കൊതി എന്ന പൈശാചിക തന്ത്രം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ദൈവ വചന കേൾവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. കൊടുപ്പുറപ്പുകളെ ദൈവത്തിൻ്റെ മനുഷ്യൻ
ഭക്തിയുള്ളവനാണ്. ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനും അവകാശങ്ങളുള്ളവനുമാണ്. ഭക്തൻ തൻ്റെ അവകാശങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവനാണ് എന്ന് മറക്കരുത്. എന്നാൽ മനുഷ്യന്റെ പ്രതിയോഗിയായ പിശാച് എക്കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ ഭക്തി അവൻ തന്നെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അവനെ കൊണ്ട് തന്നെ ഉപേക്ഷിപ്പിക്കണം. ഭക്തിയുടെ വില കുറച്ച് കാണുന്നവനായിരിക്കണം ഒരു ദൈവഭക്തൻ എന്ന നിലയിലാണ് പിശാച് എപ്പോഴും ഒരു ദൈവപൈതലിനെതിരെ പ്രവർത്തിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ എപ്പോഴും ഭക്തിയുള്ളവരായിരിക്കണം, അവർ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നവരാകണമെന്നതാണ്. പിശാച് ഇന്നും കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവമക്കൾ അഭക്തിയുള്ളവരായി തീരുക എന്നതും അവരെ കൊണ്ട് അഭക്തരുടെ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതുമാണ്. ആയതിനാൽ പ്രിയരെ, തിരുവചനം മുന്നറിയിപ്പ് നൽകുന്നത് ഇന്നും പ്രസക്തമാണ്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിലയേറിയ അവകാശങ്ങൾ കളഞ്ഞുകുളിച്ച് അഭക്തരായി തീരാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. യേശാവ് അഭക്തനായി തീർന്നത് ഒരു നേരത്തെ ഭക്ഷണം എന്ന വിഷയത്തിലാണ്. പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒരു വിഷയമാണ് ഭക്ഷണം. ഭക്ഷണ വിഷയത്തിൽ ദുഷ്ടനായ പിശാച് തൻ്റെ തന്ത്രം പ്രയോഗിച്ച് വീഴിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ബന്ധിച്ചിട്ടുള്ളത് അനേകം ഭക്തന്മാരെയാണ്, വിശ്വാസികളെയാണ്. ഭക്ഷണ വിഷയത്തിൽ തന്ത്രം പ്രയോഗിച്ച് യേശാവിന്റെ ജ്യേഷ്ഠാവകാശം തകർത്തു കളഞ്ഞു എന്നത് മാത്രമല്ല, താൻ അഭക്തനായി തീരുകയും ചെയ്തു എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ഭക്ഷണക്കൊതി മൂലം യേശാവ് വീഴ്ത്തപ്പെട്ടു. ഇവിടെ ഒരു വ്യക്തിയാണ് ഭക്ഷണക്കൊതി എന്ന പൈശാചിക തന്ത്രത്തിൽ വീഴ്ത്തപ്പെട്ടതെങ്കിൽ, മരുഭൂമിയിൽ ഒരു കൂട്ടം ദൈവജനമാണ് ഈ പൈശാചിക തന്ത്രത്തിൽ കുടുങ്ങിപ്പോയത്. മിസ്രയീം വിട്ട് മരുഭൂപ്രയാണത്തിൽ മോശയുടെ നേതൃത്വത്തിന് കീഴിൽ നയിക്കപ്പെട്ട എബ്രായ ജനത്തിന്റെ ഇടയിൽ ഇറച്ചിക്കൊതി പരത്തിക്കൊണ്ട് സാത്താൻ തന്റെ തന്ത്രം ഉപയോഗിച്ച് ജയിക്കുവാനിടയായി. അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും എന്നാണ് ചോദിച്ചത്. സംഖ്യാപുസ്തകത്തിൽ നമുക്കിത് വായിക്കാൻ കഴിയും. ദൈവത്തെങ്കിൽ അവിശ്വസിച്ചുകൊണ്ട് കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള കരച്ചിൽ, ചില വിഷയങ്ങളോടുള്ള കൊതിമൂത്തുണ്ടാകുന്ന അപ്രകാരമുള്ള കരച്ചിൽ പാപമാണെന്നും അത് നാശത്തിനു വേണ്ടിയുള്ള കരച്ചിലാണെന്നും വിശ്വാസികൾ തിരിച്ചറിയണം. ഇന്നും നാം അത് തിരിച്ചറിയണം. ഇതിൻ്റെ പുറകിൽ തന്ത്രം ഉപയോഗിക്കുന്ന പിശാചാണെന്ന് വിവേചിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെങ്കിലുള്ള ആശ്രയത്തിലും ഭക്തിയിലും മുറുകെ പിടിക്കേണ്ടവരാണ് എന്ന് നാം ഇന്ന് പ്രഭാതത്തിലും ഈ തിരുവചന കേൾവിയിൽ കൂടി മനസ്സിലാക്കുക. നമ്മുടെ ഭക്തി മുറുകെ പിടിക്കുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുക. ദൈവഭക്തനായ മോശയുടെ ആത്മശക്തിയെ ചെറുതാക്കാനും സൗമ്യനായ മോശ എന്ന ദൈവപുരുഷനെ കോപിഷ്ഠനാക്കി തീർക്കാനും ജനത്തിൻ്റെ മേൽ ദൈവിക ശിക്ഷ വരുത്തി തീർക്കാനും മരുഭൂമിയിൽ അവരെ ഒടുക്കി തീർക്കാനുമുള്ള തന്ത്രമാണ് ഭക്ഷണക്കൊതിയിൽ കൂടി ദുഷ്ടപിശാച് അവിടെ ഒരുക്കിയത്. അവൻ അതിൽ വിജയിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. പ്രിയ ദൈവജനത്തിൻ്റെ ഇറച്ചിക്ക് വേണ്ടിയുള്ള കരച്ചിലും പിറുപിറുപ്പും അവിടെ നടുവിൽ നിന്ന് ഉയർത്തപ്പെട്ടു. ഇറച്ചു തിന്നുവാനുള്ള ആ കൊതിയുടെ കരച്ചിൽ, ആ പിറുപിറുപ്പിൽ വേദന തോന്നിയ ദൈവഭക്തനായ മോശ അസഹിഷ്ണനായി പറഞ്ഞ വാക്കുകൾ സർവശക്തനായ ദൈവത്തിൻ്റെ അനിഷ്ടത്തിന് കാരണമായി. ജനം കുടുംബമായി ഓരോരുത്തൻ താന്താന്റെ കൂടാരവാതിക്കൽ വെച്ച് കരയുന്നത് മോശ കേട്ടു. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു. മോശയ്ക്കും അനിഷ്ടമായി. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചതെന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവജനത്തിൻ്റെയും ഭാരം എൻ്റെ മേൽ വച്ചത് എന്ത് എന്നുള്ള കാര്യമാണ് മോശ ദൈവത്തോട് അനിഷ്ടം പ്രകടിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞ വാക്കുകൾ. മുലകുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ അവരെ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക്
എൻ്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെയും ഞാൻ ഗർഭം ധരിച്ചുവോ? ഞാൻ അവരെ പ്രസവിച്ചുവോ? ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? ഇവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞ് കരയുന്നു. ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് ഭാരമാകുന്നു എന്നുള്ള കാര്യം വ്യക്തവും ശക്തവുമായി മോശ ദൈവത്തിന് മുൻപാകെ താൻ അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ഒരു നിലയിൽ വിളിച്ചു പറയുകയാണ്. സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പ്രിയരെ, ജനത്തിന്റെ കരച്ചിൽ മോശയ്ക്ക് അസഹിഷ്ണുത വരുത്തി. കരച്ചിലിന് കാരണമോ ഭക്ഷണക്കൊതിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായല്ലോ. മോശയുടെ അനിഷ്ടവും അസഹിഷ്ണുതയിൽ നിന്ന് ഉളവായ ആ വാക്കുകളും ദൈവത്തിന് ഏറെ അനിഷ്ടമായി. ദൈവത്തിന്റെ അനിഷ്ടം മോശയുടെ മേൽ വ്യാപരിച്ചിരുന്ന ആത്മശക്തിയുടെ വലുപ്പത്തെ കുറയ്ക്കുന്നതിനും കാരണമായി. മോശയിൽ വ്യാപരിച്ച ആത്മശക്തിയെ പകുതിയെടുത്ത് തിരഞ്ഞെടുത്ത 70 മൂപ്പന്മാർക്ക് വീതിച്ചു കൊടുക്കുന്നതിന് കാരണമായി തീർന്നു. ജനത്തിന്റെ ഭക്ഷണക്കൊതി നഷ്ടം വരുത്തിയത് മോശയ്ക്കായിരുന്നു എന്നീ ഭാഗത്തു നമുക്ക് വ്യക്തമാകുന്നു. ദൈവം തിരഞ്ഞെടുക്കാത്തതും എന്നാൽ മോശ തിരഞ്ഞെടുത്തതുമായ 70 പേരോടുകൂടി തുടർന്ന് മോശയ്ക്ക് ജനത്തെ നയിക്കേണ്ടി വന്നു. കൂടപ്പുറപ്പുകളെ, പിശാചിന്റെ തന്ത്രത്താൽ നാം അഭക്തരായി തീരാൻ ഇടയാകരുത്. നമ്മിലുള്ള ചില കൊതികളും ആർത്തികളും അത് പിശാചിന്റെ തന്ത്രത്തിൽ നമ്മെ കൊടുക്കുവാൻ ഉതകുന്നതാകാം എന്ന് നാം തിരിച്ചറിയണം. ചില കൊതികളെ നാം ആത്മാവിൽ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവരായി തീരണം. നമ്മിലുള്ള ആത്മശക്തിയെ നാം വില കുറച്ച് കാണരുത്. പ്രിയരെ, ഭക്ഷണം എന്നത് പിശാച് നമ്മുടെ മേൽ ഒരുക്കുന്ന തന്ത്രമാകരുത്. ആ തന്ത്രത്തിൽ നാം കുടുങ്ങുവാനും ഇടയാകരുത്. നാം മക്കളാകയാൽ നമ്മുടെ വിശപ്പും ഭക്ഷണാവശ്യങ്ങളും എല്ലാം ദൈവം സമയാസമയങ്ങളിൽ നിറവേറ്റി തരും. ഒന്നിനും നാം അമിതാവേശം കാണിക്കുവാൻ ഇടയാകരുത്. പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞ് ഭക്ഷണം കഴിക്കുക. ചിലത് എനിക്ക് കിട്ടിയേ മതിയാകൂ എന്ന് വാശി പിടിക്കരുത്. അതൊരു പക്ഷേ പിശാചിന്റെ തന്ത്രമാകാം. കുടുങ്ങിപ്പോകാതിരിക്കാൻ പ്രിയരെ, ഏറെ കരുതലുള്ളവരായി ദൈവകൃപയിൽ ആശ്രയിച്ച് ആത്മീയ ജീവിത നിലവാരം നയിക്കുവാൻ താല്പര്യപ്പെടുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല ആലോചനയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങൾ ഞങ്ങൾ കുടുങ്ങിപ്പോകാത്തവരായി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാൻ കർത്താവെ, ചില കൊതികളെയും ആർത്തികളെയും ഒക്കെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ചിലതിനെയൊക്കെ ഉപേക്ഷിക്കുവാൻ ദൈവത്തിന്റെ കൃപ ഏറിയ അളവിൽ പ്രാപിക്കാൻ സകലത്തെയും ആത്മാവിൽ വിവേചിച്ച് നല്ലത് തിരിച്ചറിഞ്ഞ് കൈക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളിൽ പകർന്ന ആത്മശക്തിക്ക് ഏറിയ വില കൽപ്പിച്ച് ആത്മശക്തിയുടെ വെളിച്ചത്തിൽ അങ്ങയുടെ പ്രവൃത്തി ചെയ്യുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ തന്നെ ഞങ്ങളെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചാണ് കർത്താവേ. ജനം അനുഗ്രഹിക്കപ്പെട്ടിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിന്റെ കൃപ പകരണമേ. അപ്പച്ച, പ്രാർത്ഥനയുടെ വൻകൃപയ്ക്കായി സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിന്റെ വ്യാപാര ശക്തിയാൽ ഓരോ നിമിഷവും നിറയുക. നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പല ശോധനകൾ വരുമ്പോൾ, പാനങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, കണ്ണന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാൽ നിറച്ചു
ആത്മാവിനാൽ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമാതിശയമേ ഉള്ളമേ സ്തുതിക്കാം നീ പരമേ തന്നന്മകൾ സ്തുതിക്കാം സ്തുതിക്കാം നന്ദനഗമേ നന്ദിയോടെ പാടിക്കൊടുക്കാം നന്ദനഗമേ നന്ദിയോടെ പാടിപ്പുകഴ്ത്താം പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു ഉള്ളമേ സ്തുതിക്കാം നീ പരമേ തന്നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം നന്ദനഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം നന്ദനഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം